Meet the editors. വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്ത കലാമണ്ഡലം ഗോപി. സുരേഷ് ഗോപിയുമായുള്ളത് വർഷങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. പത്മ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യാമോ എന്ന് നേരത്തെ സുരേഷ് ഗോപിയോട് ചോദിച്ചിരുന്നുവെന്നും കലാമണ്ഡലം ഗോപി വെളിപ്പെടുത്തി. എന്നാൽ ഇടതുപക്ഷത്താണ് എന്നും തൃശൂരിൽ BS സുനിൽകുമാർ വിജയിക്കണമെന്നാണ് ആഗ്രഹമെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. സുരേഷ് ഗോപി വിഷയത്തിൽ വിവാദം കത്തിക്കയറുന്നതിനിടയിലാണ് വിശദീകരണവുമായി കലാമണ്ഡലം ഗോപി രംഗത്തെത്തുന്നത്. തന്റെ വീട്ടിലേക്ക് സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്ത കലാമണ്ഡലം ഗോപി നടന്ന കാര്യങ്ങളിൽ വിശദീകരണവും നൽകി. സുരേഷ് ഗോപിക്ക് വേണ്ടി വിളിച്ച ഡോക്ടറുടെ പത്മഭൂഷൺ പരാമർശം തന്നെയും മകനെയും വേദനിപ്പിച്ചെന്നും തുടർന്നാണ് മകൻ FB പോസ്റ്റ് ഇട്ടതെന്നും കലാമണ്ഡലം ഗോപി വ്യക്തമാക്കുന്നു. പിന്നീട് തന്റെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിയെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സുരേഷ് ഗോപിക്ക് മനോവിഷമുണ്ടാക്കുന്ന ഒന്നും തന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പത്മഭൂഷൺ കിട്ടണ്ടേ, അതിനെ അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എൻ്റെ മകൻ എൻ്റെ ഫോൺ വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക്. ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരൊന്നുമല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട്. സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അങ്ങേറ്റം ബന്ധുവാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടു. അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ എഴുതുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു. താൻ ഇടതുപക്ഷക്കാരനാണെന്ന് പറഞ്ഞ കലാമണ്ഡലം ഗോപി രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിറക്കിയ വീഡിയോയ്ക്ക് സമാനമായി സുരേഷ് ഗോപിക്കായി തിരഞ്ഞെടുപ്പ് വേളയിൽ വീഡിയോ ഇറക്കില്ലെന്നും വ്യക്തമാക്കി. പത്മ പുരസ്കാരത്തിനായി ശുപാർശ ചെയ്യാമോ എന്ന് മുമ്പൊരിക്കൽ സുരേഷ് ഗോപിയോട് സംസാരിച്ചിരുന്നതായും കലാമണ്ഡലം ഗോപി വെളിപ്പെടുത്തി. പാർമേക്കാവിൻ്റെ കോളേജിൽ രണ്ടുപേരും ഒരു ഫംഗ്ഷന് രണ്ടുപേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ രണ്ടാളും ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ. റിപ്പോർട്ടർ, തൃശൂർ. ഗോപി ആശാനെ ധർമ്മസങ്കടത്തിലാക്കിയോ എന്നതാണ് ചോദ്യം. വിനീഷ് കുമാർ 8 മണിക്കും ഈ വിഷയം ചർച്ച ചെയ്തതാണല്ലോ. ധർമ്മസങ്കടത്തിലാക്കിയതാണോ? എന്താ ധർമ്മസങ്കടത്തിലാക്കിയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ധർമ്മസങ്കടത്തിലാക്കിയോ അല്ല, ഞാൻ ഗോപി ആശാനെ പോലെ ഇത്ര മുതിർന്ന ഒരു കലാകാരൻ, ആ കലാകാരന് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായല്ലോ. താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് പറയുന്നു, ഇടതുപക്ഷ മനസ്സിലുള്ള ആളാണെന്ന് പറയുന്നു. പക്ഷെ അതേസമയം ആളുകൾ മോശമായി പെരുമാറുന്ന ഒരാളല്ല. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എല്ലായിടത്തും പോയി വോട്ട് ചോദിക്കുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ പത്മ പുരസ്കാരവുമായി ഇതിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരു VIP ഡോക്ടർ ഗോപിയാശാനെ വിളിക്കുന്നു. ഗോപിയാശാനെ വിളിച്ചിട്ട് പത്മ പുരസ്കാരം വേണ്ടേ, അല്ലെങ്കിൽ പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി നമ്മളത് ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. അതായത് ഇന്ന് സാധാരണഗതിയിൽ നമ്മളൊക്കെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയിൽ പെട്ടുപോയി എന്ന് വെച്ചോ. പൊളിറ്റിക്കൽ കോൺട്രവേഴ്സിയിൽ പെടുമ്പോൾ നമ്മളത് കുറച്ചൊക്കെ മറച്ചു വെക്കാനൊക്കെ സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് ശ്രമിക്കും. അവിടെ ഗോപിയാശാൻ വ്യത്യസ്തനാവുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹം പറയുന്നത് 2009 പത്മ പുരസ്കാരം കിട്ടാൻ ഇങ്ങനെയാണ് ആ വാചകം. പാറമേക്കാവിൽ ഒരു ഫംഗ്ഷന് പോയിട്ട് ഇരുവരും തിരികെ വരുമ്പോൾ ഞാൻ ചോദിച്ചു, സ്നേഹത്തിൻ്റെ പേരിൽ ഒരു ഉപകാരം ചെയ്യാമോ, പത്മ അവാർഡ് വാങ്ങിത്തരാൻ ശ്രമിക്കാമോ? ചോദിച്ചത് ശരിയാ. ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, മറ്റു പലരുമാണ് ഇതിൻ്റെ ആൾക്കാർ, ശ്രമിച്ചിട്ട് കാര്യമില്ല, നടക്കില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞു എന്നുള്ളതാണ്. നോക്കൂ, ഇതിപ്പോൾ ഗോപിയാശാൻ പറയുമ്പോൾ സാധാരണ രീതിയിൽ ആളുകൾ എന്താണ് വിചാരിക്കുക, സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നമ്മൾ 2009 സമാനമായ രീതിയിലുള്ളൊരു സുരേഷ് ഗോപിയെ നമ്മൾ കാണണം, അല്ലേ? എന്നാൽ 2009 സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി.
അങ്ങനെയുള്ള സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും ഗോപി ആശാൻ വിചാരിച്ചിട്ടുണ്ടാവും സുരേഷ് ഗോപി ഒരു നടനൊക്കെ അല്ലേ. അപ്പോൾ ആ കാലഘട്ടത്തിൽ സൂപ്പർ സ്റ്റാറുമാണ് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിക്ക് ആരെങ്കിലുമൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഈ പത്മ പുരസ്കാരങ്ങൾക്കൊക്കെ എന്തൊക്കെ ചാടിക്കിടക്കണം കെ ജോസഫ് എന്നുള്ളൊരു ചിന്ത എന്തായാലും ഗോപി ആശാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഗോപി ആശാൻ ഇവിടുത്തെ ഒരു കഥകളി ആചാര്യനാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പുരസ്കാരങ്ങളൊക്കെ തന്നെ ഈ നൽകപ്പെടുന്നതെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തമായ ധാരണയൊന്നും ഉണ്ടാവില്ല. ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു എന്നുള്ളതാണ്. അത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളോട് എത്ര പേര് അതൊന്ന് പരിശോധിക്കാമോ, അത് അവിടെ എത്തിയിട്ടുണ്ടോ, അത് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു കായിക താരം സുഹൃത്തിന് വേണ്ടി അർജുന അവാർഡിന് വേണ്ടി നേരിട്ട് പോയി ഉമാഭാരതിയെ കണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊക്കെ തന്നെയും നമ്മളൊക്കെ ഒന്ന് വെറും റിപ്പോർട്ടർമാരായിരുന്നു, നമുക്കൊന്നും വലിയ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല. നമ്മളോട് പോലും ആളുകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗോപി ആശാൻ വിചാരിച്ചിട്ടുണ്ടാവും സാധാരണ ഇതിൽ സുരേഷ് ഗോപിക്കൊക്കെ ഇത്രയും വലിയ നടനല്ലേ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ആളല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഗോപി ആശാൻ ചോദിച്ചിട്ടുള്ളത്. അതിനെ നമ്മൾ ഇന്ന് കാണുന്ന ഈ പത്മഭൂഷൺ വേണ്ടേ എന്നൊരു VIP ഡോക്ടർ ചോദിച്ചതുമായിട്ട് തട്ടിച്ച് നോക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതുമായിട്ട് അതിനെ കണക്ട് ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ കർപ്പൂരി ഠാക്കൂറിനും ചരൺ സിംഗിനും ഒക്കെ തന്നെയും ഭാരതരത്നം കൊടുക്കുന്നത് മുന്നണി ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, മുന്നണിയെ ഒന്ന് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ RLDക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ JDUവിന് ഈ മുണ്ട് തലയിലിടാതെ NDAയിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഭാരതരത്നം പോലുള്ള ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും വലിയ പുരസ്കാരം കൊടുക്കുന്നത് എങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിന് വരാൻ വേണ്ടിയുള്ള ചൂണ്ടയായി കാണുന്നത് പത്മഭൂഷൺ വേണ്ടേ എന്നുള്ള ചോദ്യമാണ് എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഗോപി ആശാൻ 2009 കാര്യം പറഞ്ഞു പോയി എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഒട്ടും കുറയുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ച പോലെ 543 അംഗ ലോക്സഭയിൽ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആരെയൊക്കെ എങ്ങനെയൊക്കെ കെണിയിൽ വീഴ്ത്തണമെന്നത് സംബന്ധിച്ച് നല്ല സമയം കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക്. ആ സമയമാണ് യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സുരേഷ് ഗോപി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് കാണുമ്പോൾ അത് വളരെ എന്താ പറയുക, നമ്മൾ സാധാരണഗതിയിൽ BJP എന്തൊക്കെ കാര്യങ്ങൾ ദേശീയ തലത്തിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ പുറത്തു വന്നിട്ടുള്ള കാര്യം എന്താണ്? ഈ കോൺട്രാക്റ്റുകൾ ലഭിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ നയം മാറ്റാൻ വേണ്ടി അങ്ങനെ ഏതൊരു കാര്യത്തിനും വഴിവിട്ട ഏതൊരു സഹായത്തിനും പകരമായി നൽകേണ്ടത് ഇലക്ട്രൽ ബോണ്ടിലൂടെ പണമാണ്. അപ്പോൾ നിങ്ങൾ BJPയെ ഇലക്ട്രൽ ബോണ്ടിലൂടെ സഹായിക്കാൻ തയ്യാറുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് നയവും മാറ്റാം, ഏത് തരത്തിലുള്ള ബെനിഫിറ്റും കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാവും, ഏത് അന്വേഷണ ഏജൻസിയും തൽക്കാലം അടങ്ങിയിരിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയപ്രതീക്ഷയുള്ള ഒരു ലോക്സഭാ മണ്ഡലം എന്നാണല്ലോ BJP അവകാശപ്പെടുന്നത്. ആ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഈ പത്മ പുരസ്കാരം വേണ്ടേ എന്ന് ചോദിച്ച് ഗോപി ആശാനെ പോലെ ഒരുപക്ഷെ കത്തിവേഷം മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ കത്തിവേഷത്തിൽ തിളങ്ങുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാമെന്ന് കരുതിയിട്ടുള്ള ഒരു BJP അനുഭാവിയാണ് ആ ഡോക്ടർ ആ നിലയിൽ വിളിച്ചത് ശരിയായ രീതിയിൽ തെറ്റായിപ്പോയി എന്ന് മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അത് അദ്ദേഹത്തെ വല്ലാതെ രീതിയിൽ പരിഭ്രമിപ്പിച്ചിട്ടുണ്ടാവും. ഈ വിവാദങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ ഉലച്ചിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ എനിക്ക് തർക്കം. ശരി, ഇതിൽ യഥാർത്ഥ വില്ലൻ ആ ഡോക്ടർ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൽ സുരേഷ് ഗോപിക്ക് പോലും പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് സുരേഷ് ഗോപിയുമായി വർഷങ്ങളായി പരിചയമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ചോദിക്കാൻ വരുന്നതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുടെ അടുത്തും വോട്ട് ചോദിക്കാനൊക്കെ വരാറുണ്ട്. ആ രൂപത്തിൽ സുരേഷ് ഗോപിയും പോകാൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള കാര്യം സുരേഷ് ഗോപിയും പറഞ്ഞു. പക്ഷേ ആ ഡോക്ടർ ഈ ഗോപി ആശാനെ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഡോക്ടർ ആ രൂപത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഈ പാർട്ടിയുടെ പ്രവർത്തനം കൂടിയായ അവിടുത്തെ പ്രാദേശിക പാർട്ടി നേതാവ് കൂടിയായ ഗോപി ആശാൻ്റെ മകന് രോഷമുണ്ടാകുകയും അങ്ങനെയെങ്കിൽ ഇവിടേക്ക് വരണ്ട എന്ന് പറയുകയും അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ബാക്കിയൊക്കെ ഗോപി ആശാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴിങ്ങനെ പത്മ പുരസ്കാരങ്ങൾ സംഘടിപ്പിച്ച് തരാമെന്ന് പറയുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയും ആ രൂപത്തിൽ ഇന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് സംഘടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ ഈ സംഭവം ഇടയാക്കി. പക്ഷേ ഗോപി ആശാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അപമാനകരമായൊരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ.
നോക്കൂ, നേരത്തെ പറഞ്ഞ കണക്ക് ഈ പത്മശ്രീ പുരസ്കാരങ്ങൾ നേരത്തെയും സംഘടിപ്പിക്കൽ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്ന് നികേഷ് സൂചിപ്പിച്ച പോലെ ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകൾ നേരത്തെ വന്ന് ക്യാമ്പ് ചെയ്തിട്ട് ഇതിന് പാകത്തിൽ ഒരു CV ഒക്കെ ഉണ്ടാക്കി അത് കൊടുക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ നല്ല ബന്ധമുള്ള സുഹൃത്തുക്കൾ പോലും അവിടെ വന്ന് ഇങ്ങനെ ഇത്തരം ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മുൻകാലങ്ങളിൽ പത്മശ്രീ സംഘടിപ്പിക്കുക എന്നാണ് പറയുക. അത് അതിന് പ്രത്യേകിച്ചൊരു പൊളിറ്റിക്കൽ നേച്ചർ ഉണ്ടായിരുന്നില്ല. പക്ഷേ BJP വന്നതിന് ശേഷം പത്മ അവാർഡുകൾക്ക് പൊതുവെ ഒരു പൊളിറ്റിക്കൽ നേച്ചർ വന്നിട്ടുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും പറയുന്ന സംസ്ഥാനങ്ങൾക്കൊരു സേ ഉണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ നിന്നുകൂടി ആളുകളെ തിരഞ്ഞെടുക്കുന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ കേരളം കൊടുത്ത ലിസ്റ്റിൽ നിന്ന് ആരെയാണ് എടുക്കുന്നത്? കേരളം കൊടുക്കുന്ന ലിസ്റ്റൊക്കെ എടുത്ത് ദൂരെ കളയുന്നത്. എല്ലായിടത്തും ഒരു സെൻട്രലൈസേഷൻ സംഭവിച്ചതുപോലെ പത്മ അവാർഡുകളുടെ കാര്യത്തിലും വളരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് BJPക്കുള്ളത്. വളരെ പൊളിറ്റിക്കലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് 2 ഭാരതരത്നകൾ പ്രഖ്യാപിച്ചു. ഒന്ന് നരസിംഹറാവുന, 92 ഈ പള്ളി പൊളിക്കുന്നതിന് മുന്നിൽ കണ്ണടച്ച് നിന്ന പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു. കൃത്യമായി അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്തു. പിന്നെ പള്ളി പൊളിക്കുന്നതിന് നേതൃത്വം കൊടുത്ത LK അദ്വാനിക്ക് കൊടുത്തു. വളരെ പൊളിറ്റിക്കലാണ് ആ തീരുമാനം. പിന്നെ നേരത്തെ നികേഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന കൊടുത്തുകൊണ്ട് നിതീഷ് കുമാറിന് വരാനൊരു വഴിയൊരുക്കുന്നു. RLDയെ പിടിക്കാനായിട്ട് ചരൺ സിംഗിന് ഭാരതരത്ന കൊടുക്കുന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പം ഞാൻ പറയാം, ഇപ്പം ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക കലാരംഗങ്ങളിൽ RSSും സംഘപരിവാർ ശക്തികളും അഭിമുഖീകരിക്കുന്നൊരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയെ ഫില്ല് ചെയ്യുക എന്നുള്ളത് RSSൻ്റെ ഒരു നയമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പത്മ അവാർഡൊക്കെ കൊടുത്തിട്ട് പത്മ അവാർഡ് വേണ്ടെന്നുള്ള ജ്ഞാനപീഠം വരെ അതെ അത്തരം കാര്യങ്ങളെല്ലാം നൽകിക്കൊണ്ട് ആളുകളെ ഇപ്പുറത്തോട്ട് പിടിച്ചിടുക എന്നുള്ളതാണ്. ഇപ്പം 2022 ഗുലാം നബി ആസാദിന് പത്മഭൂഷൺ കൊടുത്തു. പാർട്ടിയിൽ നിന്ന് പോയി ഗുലാം നബി ആസാദ്. ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് 2022 തന്നെ പത്മഭൂഷൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ബുദ്ധദേവ് ഭട്ടാചാര്യ വേണ്ടെന്നാണ് പറഞ്ഞത്. എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം ഈ അടുത്തിടെ കണ്ടത് എന്താണ്? ഇപ്പോൾ ഈ ഗൗരി ലങ്കേഷിൻ്റെയൊക്കെ കൊലപാതകത്തിന് ശേഷം ആളുകൾ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ വലിച്ചെറിയുന്നതാണ് കണ്ടത്. ഗുസ്തി താരങ്ങളുടെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ആളുകൾ കൊണ്ടുപോയിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ മുമ്പിൽ പതക്കങ്ങൾ വലിച്ചെറിയുന്ന പ്രതിഷേധമാണ് കണ്ടത്. ഇവിടെ ഇപ്പോൾ ഈ പത്മ അവാർഡുകൾ കൊടുക്കുന്നത് വേറൊരർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ BJPക്കാർ ഒരു സുതാര്യത കൊണ്ടുവന്നു എന്ന് പറയും. കേന്ദ്ര സർക്കാർ ഒരു സുതാര്യത കൊണ്ടുവന്നുണ്ട്. ഈ പറയുന്ന പോലെ പഴയതുപോലെ വലിയ ആളുകൾക്കൊന്നുമല്ല കൊടുക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമൂഹത്തിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്ന മനുഷ്യർക്ക് പത്മ അവാർഡുകൾ കൊടുത്തു എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ പല പോക്കറ്റുകളിലേക്കും ഇറങ്ങി ചെന്നുകൊണ്ട് അവിടെ സ്വാധീനമുണ്ടാക്കുക എന്നുള്ള വളരെ പൊളിറ്റിക്കലായൊരു ലക്ഷ്യമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിലും പത്മ അവാർഡുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പല തരത്തിലുള്ള സ്വാധീനങ്ങളാണ്. അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പലതരത്തിലുള്ള സ്വാധീനങ്ങളാണ്. അതിനകത്തൊരു പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കൊടുക്കുന്ന അവാർഡുകൾക്ക് കൃത്യമായൊരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. ആ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഡോക്ടർക്ക് എന്ന ചോദ്യം വരുന്നത്. പത്മഭൂഷൺ വേണ്ടെന്ന് ചോദിക്കുന്ന ആ ചോദ്യം വരുന്നത് ഈ രാഷ്ട്രീയ അജണ്ട ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഈ RSSൻ്റെ ഒരു വലിയ നയമാണ്. ഇപ്പോൾ കങ്കണ റൗണറ്റിനൊക്കെ കൊടുക്കുന്നത് ബോളിവുഡിൽ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. അങ്ങനെ എല്ലാ കലാമേഖലകളിലും സാഹിത്യ മേഖലകളിലുമൊക്കെ തങ്ങളോട് അനുഭാവമുള്ളവരെയും ഇനിയും ഒത്തുനിന്നാൽ സാധ്യതയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ അവാർഡുകൾ ഉപയോഗിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഏതായാലും അത്തരത്തിലുള്ളൊരു കാര്യത്തിനകത്ത് ഗോപിയാസാനെ പോലെ ഒരു മഹാനടൻ പെട്ടുപോയത് അങ്ങേയറ്റം ദുഃഖകരമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ജെന്യൂൻനെസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. കാരണം അത് അദ്ദേഹം വന്ന് മാധ്യമങ്ങളോട് തുറന്നു പറയുകയാണ്. ഇത് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ അറിയത്തില്ല കേട്ടോ, തുറന്നു പറയുകയാണ്. ഞാൻ 2009 ഇങ്ങോട്ട് ആഗ്രഹം പറഞ്ഞു. പിന്നെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ കഥകളി ആചാര്യന്മാരുടെയൊക്കെ ചുറ്റുവട്ടം നിൽക്കുന്ന ആളുകളൊക്കെ ആശാനൊരു പത്മ അവാർഡൊക്കെ കിട്ടണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത് എങ്ങനെയും ഒന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു മോശക്കാരനായി പോകുമോ എന്നുള്ളത് കൊണ്ട് ആണ് ഇത്തരം കാര്യങ്ങൾ. മാത്രമല്ല ഗോപിയാശൻ 2009 ഈ പത്മശ്രീ കിട്ടുന്നതെന്ന് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് അത് 72ാമത്തെ വയസ്സിലാണ് കിട്ടുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് 1937 അദ്ദേഹം ജനിച്ചത് കേട്ടോ. അപ്പം 87 വയസ്സുണ്ട്. അപ്പോൾ ഈ 70 വയസ്സൊക്കെ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടണം എന്നൊക്കെയുള്ളൂ. അതൊരു വലിയൊരു കാര്യമാണ് അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളവേ. എല്ലാം ഉപേക്ഷിച്ച് ഈ വലിയൊരു ഈ കലയ്ക്ക് വേണ്ടി പോകുന്ന മനുഷ്യരാണല്ലോ. ജീവിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായി ഈ കലയിലൊക്കെ പെടുന്ന ആളുകൾക്ക്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമല്ല. അതിനാരെങ്കിലും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റൊന്നുമല്ല. വലിയ പൈസയൊക്കെ മുടക്കിയ ആളുകൾ ഈ പത്മശ്രീ സംഘടിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആശാൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയത്. വളരെ ജെന്യൂനായിട്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു ധർമ്മസംഘടനത്തിലാക്കിയ ഒരു സാഹചര്യത്തോട് എനിക്ക് ഖേദവുമുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് ഉത്തമ ബോധ്യവുമുണ്ട്. ശരി സുജയ. ആരും ഇവിടെ കാണാതെ പോയ ഒരു രാഷ്ട്രീയ അജണ്ട രഘുരാജിൻ്റെതാണ്. അതായത് കലാമണ്ഡലം ഗോപി ആശാന്റെ മകൻ രഘു എന്ന ബ്രാഞ്ച് സെക്രട്ടറിയുടെ CPIM ബ്രാഞ്ച് സെക്രട്ടറിയുടെ അജണ്ട പൊളിഞ്ഞ് പാളീസായി. രഘുവിനെ അതിന് ഉപയോഗിച്ചവരുടെ അജണ്ടയും പൊളിഞ്ഞ് താഴെ വീണ് തവിട് പൊടിയായി കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതൊക്കെ അംഗീകരിക്കേണ്ട രീതിയിലേക്കുള്ള വാക്കുകൾ സാക്ഷാൽ കലാമണ്ഡലം ഗോപി എന്ന ഗോപി ആശാന്റെ വായിൽ നിന്ന് തന്നെ വന്നു. കാരണം 2014 പൂങ്കുന്നം പാറമേക്കാവ് സ്കൂളിലെ പരിപാടിക്കിടെ ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടത് താൻ തന്നെയാണ് എന്ന് ഗോപി ആശാൻ വെളിപ്പെടുത്തുമ്പോൾ അതിനു മുകളിൽ
ഒരു ടെസ്റ്റിമോണിയൽ സുരേഷ് ഗോപിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. സുരേഷ് ഗോപിയെ 2014 ഇകഴ്ത്താനായി അല്ല, 2014 സാർ, 2009 2014 പൂങ്കുന്നത്തായിരുന്നു പരിപാടി. ഞാൻ കൺഫേം ചെയ്തതാണ്. അല്ല പാറമേക്കാവ് അങ്ങനെയല്ല. ഗോപിയാശം പറഞ്ഞ ഞാൻ എന്താണ്? പറഞ്ഞോട്ടെ. അല്ലല്ല അതല്ല, ഫാക്ട് തെറ്റിച്ച് പറയല്ലേ. Fact ആർക്കാ തെറ്റിയതെന്നുള്ളത് മനസ്സിലാവും. 2009 പത്മശ്രീ കിട്ടുന്നതിന് മുമ്പ് ആ വാചകം ഞാൻ വായിച്ചല്ലോ. ആ ഘട്ടത്തിലാണ് പത്മഭൂഷൺ എന്ന് തന്നെയാണ് സാർ. ആ ബൈറ്റ് ഉണ്ട്, സൗണ്ട് ബൈറ്റ് വേണമെങ്കിൽ പ്ലേ ചെയ്യാം. പ്ലേ. അല്ല, എനിക്ക് തെറ്റിയാണെങ്കിൽ ഞാൻ പറയാലോ. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്തംഗമ്മി സ്റ്റൈലിൽ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രഘുവിൻ്റെതായിട്ട് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ ആ അന്തംഗമ്മി പോസ്റ്റ് പൊളിഞ്ഞ് പാളീസായി ആ പോസ്റ്റ് മുക്കി രഘുവിന് ഓടേണ്ടി വന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ആശാൻ തന്നെ പറയുന്നുണ്ട് ആലത്തൂർ മണ്ഡലത്തിലാണ് എൻ്റെ വോട്ടെന്ന്. അപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ വോട്ടുള്ള താൻ ഇടതുപക്ഷ അനുഭാവിയാണ്. അത് ഏത് രാഷ്ട്രീയത്തിലും വിശ്വസിക്കാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതൊക്കെ കാണിക്കാം സാർ, കാണിക്കാതെ എവിടെ പോകാനാ? ഞാൻ എടുക്കുകയാണ്. പിന്നെ അത് കാണിച്ചിട്ടേ ബാക്കി സംസാരിക്കുന്നുള്ളൂ. ഉപദേശം 2009 2009 പത്മശ്രീ കിട്ടുന്നത്. ആശാന്റെ വാചകങ്ങൾ അത് വാർത്തയിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നിച്ച് പോരുമ്പോൾ ഞാൻ അന്ന് ഈ സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചു, അങ്ങ് ഏതായാലും എനിക്ക് വേണ്ടിയിട്ടൊരു ഉപകാരം ചെയ്യുമോ, പത്മ അവാർഡ് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കുമോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചത് ശരിയാ, ഞാൻ നേരിട്ട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു, ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിന് മറ്റു പലരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ, ഞാൻ എന്നോട് പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടും കാര്യമില്ല, നടക്കില്ല എന്ന് അന്യോന്യം പറഞ്ഞതാണ്. ഇത് നമുക്ക് അല്ല, നമുക്കൊരു കാര്യം ചെയ്യാം. PCR പ്ലീസ് കറക്റ്റ് ജെയ്സൺ. നമ്മുടെ തൃശ്ശൂർ റിപ്പോർട്ടർ പറഞ്ഞാൽ അംഗീകരിക്കാമല്ലോ. അല്ല, അത് ക്ലാരിഫൈ അതാ സാർ, ക്ലാരിഫൈ ചെയ്യാം. സുജയ കേട്ടു എന്ന് പറഞ്ഞല്ലേ? ക്ലാരിഫൈ ചെയ്യാം. അല്ല, ഈ ബൈറ്റും അതോടൊപ്പം തന്നെ നമ്മുടെ റിപ്പോർട്ടറെ വിളിച്ച് ഞാൻ സംസാരിച്ച അതിപ്പോ പിന്നെ വീണ്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ട ബൈറ്റാണ്. അല്ല, പത്മ പുരസ്കാരം എന്നാണ് അതിൽ പറയുന്നത്. 2014 ഡേറ്റ്. പത്മ പുരസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? പത്മ പുരസ്കാരം, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്ന, ഇതെല്ലാം പത്മ പുരസ്കാരമാണ്. 2014 ഈ പരിപാടി. 2014 പാറമേക്കാവ് സ്കൂളിൽ നടക്കുന്ന പരിപാടിയാണ്, പൂങ്കുന്നം പാറമേക്കാവ്. ഞാൻ 2014 പിടിക്കുന്നില്ല. 2009 പത്മശ്രീ പുരസ്കാരം ആർക്ക് ലഭിക്കുമ്പോൾ, ഗോപി ആശാന് ലഭിക്കുമ്പം സുരേഷ് ഗോപി ഇവിടെയുള്ളൊരു നടനാണ്. സുരേഷ് ഗോപി അന്ന് കോൺഗ്രസ് അനുഭാവിയാണ്. സുജിയൊക്കെ സുരേഷ് ഗോപി എപ്പോഴാണ് പരിചയപ്പെടുന്നത്? എനിക്ക് 1994 മുതൽ സുരേഷ് ഗോപി അറിയാവുന്ന ആളാണ്. പരിചയപ്പെടാൻ പറ്റില്ല, ഞാൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നിങ്ങളുടെ പ്രായമൊന്നും ഇവിടെ വെളിപ്പെടുത്തണ്ട. നോക്കൂ, 1993-94 ഘട്ടം മുതൽ എനിക്ക് സുരേഷ് ഗോപി അറിയാം. സുരേഷ് ഗോപി കോൺഗ്രസിന്റെ അനുഭാവിയാണ്. സോണിയാഗാന്ധിയുടെ ജനപത്ത് 10 പോയി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. അത് തെറ്റല്ല. സുരേഷ് ഗോപിക്ക് അന്ന് നല്ല ജനാധിപത്യവും മതേതര ബോധവും ഉണ്ടായിരുന്നു. അന്ന് ആ നിലയിൽ സുരേഷ് ഗോപി 2009 കാലഘട്ടത്തിലൊരു നടൻ എന്നുള്ള നിലയിൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് കരുതിയിട്ടാണ് സുരേഷ് ഗോപിയോട് ഗോപി ആശാൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരി, ഞാനിതിൽ പറഞ്ഞു വന്നപ്പോൾ സാറിന് ഇത്രയും ദേഷ്യം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ്, ഈ പറയുന്ന രഘു. അപ്പോൾ രഘുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടിപ്പിക്കുന്നതൊക്കെ കൃത്യമായ ലക്ഷ്യത്തോട് കൂടി തന്നെയാണ്. അല്ല സുജി, അതിനകത്തൊരു കാര്യമുണ്ടല്ലോ. പറയട്ടെ, ഞാൻ നിങ്ങളൊന്നും പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയല്ല. അതിനകത്തൊരു കാര്യമുണ്ട്. ബ്രാഞ്ച് സെക്രട്ടറിയാണ് എന്നെ പ്രകോപിപ്പിച്ചതെന്ന് സുരേഷ് ഗോപി ആര് പറയുന്നു? സുജിയ പറയുന്നു. സുരേഷ് ഗോപി എന്നിട്ട് ഞാൻ പിന്നെ മിണ്ടാതിരിക്കണം. അപ്പോൾ സുജിയക്ക് പിന്നെയും വർത്തമാനം പറയാനുള്ള സ്പേസ് തരണം. അങ്ങനെയാണോ പറയുന്നത്? എനിക്കെന്ത് ബ്രാഞ്ച് സെക്രട്ടറി വന്നിരിക്കുന്നു? സുരേഷ് ഗോപിയോട് കലാമണ്ഡലം ഗോപി ആരാണ്? എതിർത്ത് പറയണം എന്നുള്ളത് കലാമണ്ഡലം ഗോപി ആരാണ്? സുരേഷ് ഗോപിയുടെ എതിർത്തും അനുകൂലിച്ചും പറയാന്നുള്ള നിലയ്ക്കല്ലല്ലോ. അങ്ങനെയല്ല. സുജിയ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? സുജിയയുടെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, സുജിയ ഇപ്പം കേട്ടു എന്നാണ് പറയുന്നത്. സുജിയ ആ സൗണ്ട് ബൈറ്റ് പ്ലേ ചെയ്യാണ്. സുജിയ അവിടെ ഫെയിലായി. ഒന്ന്
അപ്പൊ സുജി അല്ല, അടുത്ത ഞാൻ ഈ അടുത്ത പത്മ പിടിക്കുകയാണ് പുരസ്കാരം- അല്ല, അടുത്ത 2009 പിടിക്കുകയാണ് എന്നുള്ളതിന് തൊട്ട് അടുത്ത മുൻപാണ്. പിടിക്കുകയാണ് Sound bite എടുക്കാം, അടുത്ത full bite പിടിക്കുകയാണ് എടുക്കാം. അടുത്ത പിടിക്കുകയാണ് full bite എനിക്ക് ഇനി ഫോണിൽ സൂക്ഷിക്കാം. 2009 പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇനി 2009 ആ ബൈറ്റ് ഇപ്പോൾ കേൾക്കാം. 2009 എന്നുള്ളത് 2014 ഇരിക്കട്ടെ എന്നാൽ പോലും സുജിയ പറയുന്ന കേസ് അങ്ങനെയല്ല. വിജയിക്കില്ല. അതെന്താ കേസ് സാർ വിജയിക്കില്ല. നിൽക്കാത്തത്? അതെങ്ങനെയാണ് 2014 2014 ഞാൻ പറയാം സുരേഷ് ഗോപി ഈ സ്റ്റുഡിയോയിൽ ഇരുന്ന് ആണ് ആദ്യമായി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം സുരേഷ് ഗോപി എന്നോടാണ് സംസാരിക്കുന്നത്. എന്തിനാണ് നരേന്ദ്രമോദിയെ കണ്ടത്? വേറെ ഒരു ടെലിവിഷൻ ചാനലും അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എടുത്തിട്ടില്ല. നരേന്ദ്രമോദി എന്ന് സാർ, ഇവിടുത്തെ പറയുന്നത് വിഷയം എന്താണ്? നരേന്ദ്രമോദി എന്ന് സാറിന് പറയുന്നത് സുരേഷ് ഗോപിയെയും എല്ലാ നേതാക്കളെയും വർഷങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ട്. അങ്ങയുടെ അനുഭവ അല്ല സമ്പത്തിനെ അതുകൊണ്ട് ഞാൻ മാനിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ ഇവിടെ എനിക്ക് എന്റെ അനുഭവ സമ്പത്ത് അതെ, സാർ, പറയണം. ഞാൻ ബഹുമാനിക്കുന്നു. അതിനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ല, അനുഭവ സമ്പത്തല്ല ഇവിടുത്തെ വിഷയം ഗോപി ആശാനാണ്. അതേക്കുറിച്ചാണ് ആ ഗോപി ആശാനെയാണ് നിങ്ങൾ ഇകഴ്ത്തി സംസാരിക്കുന്നത്. ആ ഗോപി ആശാന്റെ മോനേതോ ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നും ആ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. കലാമണ്ഡലം ഗോപി ആശാനെ അറിയാത്ത സുജയ പാർവതിയെ സംബന്ധിച്ചിടത്തോളം ആ ഗോപി ആശാന്റെ മോൻ ബ്രാഞ്ച് സെക്രട്ടറിയെ പിടിക്കുന്നത് ആ അറിവില്ലായതുകൊണ്ടാണ്. ഒരു മിനിറ്റ് കലാമണ്ഡലം ഗോപി ആശാനും പറഞ്ഞത് ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ്. രാധാകൃഷ്ണന് വേണ്ടിയിട്ട് വീഡിയോ സന്ദേശം കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ വി എസ് സുനിൽകുമാറിനെ പിന്തുണയ്ക്കുന്നുണ്ട്. വി എസ് സുനിൽകുമാർ ജയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതേസമയം സുരേഷ് ഗോപിയായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറഞ്ഞിട്ട് എന്താണ് ഒളിച്ചു വെക്കുന്നത്? വളരെ കൃത്യമായ മറുപടി അങ്ങനെ ഇപ്പൊ വലിയ ജാടയൊന്നും കളിക്കല്ലേ. പറയാൻ അനുവദിച്ചിട്ടേ പോകൂ എന്നൊക്കെ പറയുന്നത് സുജയ പാർവതിക്ക് ഇത് പുറത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇവിടെ വർത്തമാനം പറയും. സുജയ പാർവതി എന്നോട് പറയുന്നത് ബ്രാഞ്ച് സെക്രട്ടറിയെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കയറി പ്രകോപിതനായത്. എന്ത് പൊളിയാൻ ഇവിടെ ഒരു കലാമണ്ഡലം ഗോപി ആശാനെ പോലുള്ള ഒരു ആചാര്യനോട് നിങ്ങൾക്ക് പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിക്കാൻ സുരേഷ് ഗോപി നിശ്ചയിക്കുകയോ അല്ലെങ്കിൽ BJP നിശ്ചയിക്കുകയോ ചെയ്ത ഒരാൾ പോയി ചോദിക്കുന്നുണ്ടെങ്കിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് അത് നടക്കുന്നു എന്ന് പറയുമ്പം ലജ്ജയാണ് സുജിയ. നാണക്കേടാണ്. ഈ പറയുന്ന വൃത്തികെട്ട ഒലിപ്പിക്കല് വടക്കേ ഇന്ത്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ വൃത്തികേട്, പരമ വൃത്തികേട്. ഞാൻ അതിന്റെ വാക്കുകൾ പൂർണ്ണമായും പറയുന്നില്ല. പരമമായ വൃത്തികേട്. ഇത്രയും വൃത്തികേട് ലോകത്ത് വേറെ എവിടെയെങ്കിലും നടക്കുമോ? നിങ്ങൾ നോക്കൂ, ഇന്ന് കഥകളി ആചാര്യന്മാരിൽ ജീവിച്ചിരിക്കുന്നവരിൽ മൂന്നാമത്തെ ആളായിട്ടാണ് ഗോപി ആശാൻ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരാളോട് നിങ്ങൾക്ക് പത്മവിഭൂഷൺ വേണ്ടേ അല്ലെങ്കിൽ പത്മഭൂഷൺ വേണ്ടേ എന്ന് പോയി ചോദിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക, സമ്മർദ്ദത്തിലാക്കുക, എന്തൊരു മര്യാദകേടാണ്. ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എന്തൊരു മര്യാദകേടാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരനാണോ വിളിച്ചത്? വിളിച്ച ഡോക്ടർ ആണെന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയൂ. ഈ ഡോക്ടർ ഇരിങ്ങാലക്കുട ആശുപത്രിയിലുള്ള ഈ ഡോക്ടർ BJP അനുഭാവിയോ BJP കാരനോ ആണോ എന്ന് തെളിയിക്കൂ. അങ്ങയുടെ അത്ര അനുഭവ പരിചയമില്ലെങ്കിലും ഞാനും ഈ മാധ്യമ പ്രവർത്തനം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡോക്ടർ ആരാണെന്ന് അന്വേഷിക്കണമായിരുന്നു. ഞാൻ അന്വേഷിച്ചു. എനിക്ക് അന്വേഷിച്ചിട്ട് എന്റെ കയ്യിലൊക്കെ പേരുണ്ട്. പക്ഷെ എനിക്കറിയാതെ ആ ഡോക്ടർ അംഗീകരിക്കാതെ എനിക്ക് ആ പേര് വിളിച്ചു പറയാൻ പറ്റും. ഇരിങ്ങാലക്കുടയിൽ ആശുപത്രിയിൽ നിന്ന് വിളിച്ചു പറയാൻ പറ്റും. ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഡോക്ടർ എന്ന് പറയുന്നത് BJP കാരനാണെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ അങ്ങയുടെ ആദ്യ വാചകം തന്നെ BJP കാരനായ ഡോക്ടർ എന്നാകുമായിരുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. അതങ്ങ് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം അത് BJP കാരനല്ല. മാഡം, ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ ഈ കുടുംബ സുഹൃത്തും നിരന്തരം വിളിക്കുന്നയാളുമായ ഡോക്ടറെ അറിയില്ല, പേര് ഓർമ്മയില്ല എന്നാണ് ഗോപി ആശാൻ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ മകനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ കോൺഗ്രസും BJPയും ഒന്നും വീട്ടിലേക്ക് വരേണ്ട എന്നാണ്. അതുകൊണ്ട് തന്നെ ആ മകന്റെ രാഷ്ട്രീയമാണ് അവിടെ കളിച്ചത്. ഈ വിവാദം ഉണ്ടാക്കിയത് ഗോപി ആശാന്റെ മകനാണ്. ആശാൻ എന്ന അച്ഛനെ ധർമ്മസങ്കടത്തിലാക്കിയത് മകൻ രഘു എന്ന ബ്രാഞ്ച് സെക്രട്ടറി ആണെന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ അഭിപ്രായം. അത് സുജയുടെ മാത്രം അഭിപ്രായമാണ്. ആശാനെ ധർമ്മസങ്കടത്തിലാക്കിയോ എന്ന ചോദ്യത്തിന് യെസ്. അവിടെ ഒരു സെക്കൻഡ് നമുക്ക് സമയമൊക്കെ അവിടെ നിൽക്കട്ടെ. നോക്കൂ, ബ്രാഞ്ച് സെക്രട്ടറി എന്ന് പറയുന്നത് ഇവിടെ വിഷയമേ അല്ല. കലാമണ്ഡലം ഗോപി ആശാൻ എന്ന് പറയുന്നതും ഇവിടെ വിഷയമേ കലാമണ്ഡലം ഗോപി ആശാൻ മാത്രമാണ് ഇവിടെ വിഷയം. അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കുന്നു എന്നുള്ളതാണ് വിഷയം. നോക്കൂ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
ഗോപി ആശാന് രാഷ്ട്രീയമുണ്ട്, ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അദ്ദേഹം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്ന് കൂടി ആ ഇൻഫ്ലുവൻസ് ഉണ്ടാകാം എന്ന് ഞാൻ കൺസീഡ് ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് പത്മഭൂഷൺ വേണ്ടേ എന്ന് ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ നമ്മളിൽ ഒരാൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ശനിദശയാണ്. നമുക്ക് അങ്ങനെ പോകാൻ കഴിയില്ല, അങ്ങനെ പൂർത്തിയാക്കാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഞാനാണല്ലോ പറഞ്ഞത്, എന്നെ അങ്ങനെ ശനിദശ എന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ അങ്ങ് കണ്ടക ശനിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഈ വ്യക്തിപരമായ പരാമർശങ്ങളൊന്നുമല്ല നമ്മുടെ ഈ പരിപാടിയുടെ സ്വഭാവം മാറ്റരുത്. നമ്മുടെ ഈ പരിപാടിയുടെ സ്വഭാവം മാറ്റരുത്. ഞാൻ എല്ലാവരോടാണ് അഭ്യർത്ഥിക്കുന്നത്. പരിപാടിയുടെ മാന്യത എനിക്ക് ശനിദശയിലൊന്നും വിശ്വാസമില്ല. ഞാനൊരു പ്രയോഗം എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല വേണ്ടത്. നോക്കൂ, കലാമണ്ഡലം ഗോപി ആശാനെ പോലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച കലാകാരന്മാരിൽ ഒരാളെ നമ്മൾ തന്നെ ഇകഴ്ത്തി പറയുക. നമുക്ക് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ആ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തന്നെ ഇകഴ്ത്തി പറയുക. എന്നിട്ട് നമ്മൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്നേ, ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു 50 വോട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. പക്ഷെ നമ്മൾ ഗോപി ആശാനെ എഴുത്തി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇത്രയും ഒരു ചാനൽ, ഒരു ടെലിവിഷൻ ചാനലാണിത്, ഒരു ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് നമ്മൾ വർത്തമാനം പറയുമ്പോൾ ഗോപി ആശാനെ പോലുള്ള ആളുകളെ ഇകഴ്ത്തി പറഞ്ഞ് നമ്മൾ അദ്ദേഹത്തിന്റെ മകൻ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഗോപി ആശാനെ പോലെ ഒരു കലാകാരനെയും, സുരേഷ് ഗോപി അടക്കമുള്ള കലാകാരന്മാരുടെ കാര്യം പറയുന്നു, ഒരു കലാകാരനെ ഇവിടെ ആരും ഇകഴ്ത്തി പറയേണ്ടതില്ല. ശരി, ആശാന ധർമ്മ സങ്കടത്തിലാക്കിയോ ആക്കിയെന്ന് 3 പേരും ഇല്ല എന്ന സുജയ്. Meet the editors.